എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിനോട് നമ്മളോട് നമ്മുടെ ഹയർ സെൽഫിനോട് സംസാരിക്കേണ്ടത്? അങ്ങനെ ഇന്ന രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടോ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള രീതിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനും ഒരു പവറിനോട് കണക്ട് ചെയ്യാനും അല്ലെ പ്രാർത്ഥിക്കാനും ഓരോരുത്തർക്കും ഓരോരോ കാരണം അല്ലെങ്കിൽ ഓരോ രീതി ഉണ്ട് എന്ന് പറയുന്നത് പോലെ. ബട്ട് ഇതുപോലെ നിങ്ങളോട് യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഹയർ സെൽഫ് ഓർ എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു പവറിനെ വിശേഷിപ്പിക്കുന്നത് അതിനോടൊന്ന് സംസാരിച്ച് നോക്കൂ. ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ബി ലൈക്ക് എ ചൈൽഡ്, ഒരു കുട്ടീനെ പോലെ ആവുക. ആ ഒരു കുട്ടിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു കൗതുകം എല്ലാത്തിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത് ഈവൻ കുഞ്ഞു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇനി അങ്ങനെയൊന്ന് സംസാരിക്കാൻ നോക്കി നോക്കുക. നിങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് കൂടുതൽ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ചെറിയ സൈൻ കാണുന്ന സമയത്ത്, പല സിൻക്രോണിസിറ്റീസ് കാണുന്ന സമയത്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ കാണുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കുക. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയാണ്, പക്ഷെ ആ വ്യക്തിക്ക് യാതൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല, അവർ ഒരു ഇമോഷൻസും ഇല്ലാണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിൽ അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അവരോട് പറയാൻ തോന്നുമോ? ഡെഫിനറ്റ്ലി ഇല്ല, അല്ലേ? നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ പിന്നെ ഫെയ്ഡ് ആയിട്ട് പോകും, റൈറ്റ്? സോ നിങ്ങളടുത്ത് ഒരാൾ, ജസ്റ്റ് ഇമാജിൻ യൂണിവേഴ്സ് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന സമയത്ത്, സിൻക്രോണിസിറ്റീസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇമോഷൻസും ഇല്ലാണ്ടിരുന്നാൽ പിന്നെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. പിന്നെ നിങ്ങൾ അങ്ങനെ എക്സൈറ്റഡ് ആക്കാൻ തോന്നില്ല, അല്ലേ? ഒരുപാട് സർപ്രൈസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മൾ ഉദ്ദേശിക്കാത്തതായിക്കോട്ടെ, നമുക്ക് എപ്പോഴും ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്ന സമയത്താണ് നമ്മളുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യുക. ആ ഒരു സമയത്താണ് നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുക, അതുപോലത്തെ ആക്ഷൻസ് നമ്മൾ കൂടുതൽ എടുക്കാൻ തുടങ്ങുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും, നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് വരും, നമ്മൾ ബെറ്റർ ആവാൻ തുടങ്ങും. നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും, അല്ലേ? അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും, റൈറ്റ്? ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി കാണാം, നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. സോ ബി ലൈക്ക് എ ചൈൽഡ്, ഒരു കുട്ടീനെ പോലെ നിങ്ങൾ യൂണിവേഴ്സിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ ഒരു സമയത്താണ് കൂടുതൽ കാര്യങ്ങൾ തന്നെ നിങ്ങളെ കൂടുതൽ എക്സൈറ്റഡ് ആക്കുക.